ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്ററായ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ ആ ചാപ്റ്ററിൻ്റെ സമ്മറിയാണ് നോക്കാൻ പോകുന്നത്. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ, ഇത് റസ്കിൻ ബോണ്ടാണ് ഈ ചാപ്റ്റർ എഴുതിയത്. ഇതൊരു ഷോർട്ട് സ്റ്റോറിയാണ്. The narrator, the boy, says that the house and grounds of their home in India were his grandfather's domain, but the old banyan tree was his. അതായത് ഇവിടുത്തെ നറേറ്റർ റസ്കിൻ ബോണ്ട് തൻ്റെ പഴയ കാലത്ത് നടന്ന ഒരു മെമ്മറിയാണ് ഇവിടെ ഷോർട്ട് സ്റ്റോറി ആയിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ നറേറ്ററിന് ഇന്ത്യയിൽ തൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ വീടും പറമ്പും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതിൽ വീടും സ്ഥലവുമൊക്കെ ഗ്രാൻഡ് ഫാദറിൻ്റെ സ്വത്തായിരുന്നെങ്കിലും അവിടെ ഒരു ബനിയൻ ട്രീ ഉണ്ടായിരുന്നു, കുറേ വർഷം പഴക്കമുള്ള ഒരു ബനിയൻ ട്രീ. അത് നറേറ്ററിൻ്റെ സ്വന്തമാണെന്നാണ് ഇവിടെ പറയുന്നത്. Grandfather at the age of 65 could no longer climb the tree and the grandmother used to tease him about this. ഗ്രാൻഡ് 65 വയസ്സുണ്ടായിരുന്നു. അത് കാരണം ഈ ബനിയൻ ട്രീയിലൊന്നും കയറാൻ പറ്റിയില്ല. അതുകൊണ്ട് അമ്മുമ്മ ഈ കാര്യം പറഞ്ഞ് ഗ്രാൻഡ് ഫാദറിനെ എപ്പോഴും കളിയാക്കുമായിരുന്നു. The boy made friendship with a gray squirrel in the banyan tree. Soon it became bold and familiar enough to take food from his hands. അതായത് ഈ പഴയ ആൽമരത്തിൽ ഒരു ഗ്രേ സ്ക്വിറൽ ഉണ്ടായിരുന്നു. ആ സ്ക്വിറലും ഈ നറേറ്ററും തമ്മിൽ ഭയങ്കരമായിട്ടും ഫ്രണ്ട്സായി. അങ്ങനെ ഈ സ്ക്വിറൽ ഈ ബോയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഫുഡൊക്കെ എടുക്കുമായിരുന്നു. In the spring, when the banyan tree was full of red figs, birds of all kinds would flock into its branches and it would become the noisiest place on the road. അതായത് സ്പ്രിംഗ് ഒക്കെ വരുമ്പോൾ ഈ മരത്തിൽ മൊത്തം റെഡ് ഫിഗ്സ് ഒക്കെ ഉണ്ടാവും. റെഡ് ഫിഗ്സ് എന്ന് പറഞ്ഞാൽ ഞാവൽപ്പഴം പോലത്തെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാവുമ്പോൾ പലതരത്തിലുള്ള പക്ഷികളൊക്കെ വന്ന് ഈ ഫ്രൂട്ട്സ് ഒക്കെ തിന്നും. എന്നിട്ട് അവിടെ കുറേ ശബ്ദമൊക്കെ ഉണ്ടാക്കും. The boy had built a platform halfway up the tree. He used to spend his afternoon sitting there reading books and seeing various sights. അതായത് നമ്മുടെ ഈ നറേറ്റർ മരത്തിൽ ഒരു ട്രീ ഹൗസ് പോലെ ഒക്കെ പണിത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഇരുന്ന് ബുക്കൊക്കെ വായിക്കും. പിന്നെ അവിടെ ഇരുന്ന് കുറേ കാഴ്ചകളൊക്കെ കാണും, നേച്ചറൊക്കെ എൻജോയ് ചെയ്യും. He reads books such as Treasure Island, Huckleberry Finn, The Mowgli Stories, and the novels of Edgar Rice Burroughs and Louisa May Alcott. അതായത് അവിടെ ഇരുന്ന് ആ ട്രീ ഹൗസിലിരുന്ന് കുറേ നോവൽസ് വായിക്കും, സ്റ്റോറി ബുക്സ് വായിക്കും, അങ്ങനെ ബുക്ക് വായിക്കും. പിന്നെ ആ നേച്ചറിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യും. അതൊക്കെയായിരുന്നു ആ മരത്തിലിരുന്ന് ഈ നറേറ്റർ ചെയ്തുകൊണ്ടിരുന്നത്. One afternoon, when everyone was indoor due to the warm breezes of the approaching summer, the boy witnessed a dreadful fight between a cobra and a mongoose. ഒരു ദിവസം ഭയങ്കര ചൂട് കാറ്റ് കാരണം എല്ലാവരും വീടിൻ്റെ അകത്തായിരുന്നു. പക്ഷേ നമ്മുടെ ഈ നറേറ്റർ മാത്രം ഈ ട്രീയുടെ മേളിലിരുന്ന് ഇങ്ങനെ നേച്ചറൊക്കെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഒരു മംഗൂസും കോബ്രയും തമ്മിലുള്ള ഫൈറ്റ് കണ്ടു. He was sitting on the platform as usual. Suddenly a huge black cobra came out from the cactus clump and a mongoose also emerged from the nearby bushes. അതായത് ഒരു പാമ്പ് ഒരു കാറ്റസ് ക്ലമ്പിൽ നിന്ന് ചാടി വന്നു. പിന്നെ മംഗൂസ് ആണെങ്കിൽ ഒരു കുറ്റിച്ചെടിയുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചാടി വന്നു. അങ്ങനെ ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്യണേണ്. They came face to face in a clearing beneath the banyan tree. Two other spectators, a miner and a jungle crow, also arrived there. അതായത് ഇവർ ഫേസ് ടു ഫേസ് നിന്ന് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരു മൈനയും ഒരു കാട്ടുകാക്കയും വന്നു ഇവരുടെ ഈ ഫൈറ്റ് കാണാൻ. Hissing defense, the cobra raised 3 of its 6 feet off the ground and spread out its brood hood. അതായത് കോബ്ര തൻ്റെ 3 അടി വീതി
ഇങ്ങനെ പത്തി പൊക്കി നിന്നു. The mongoose pushed its tail and the long and thick hair on its spine stood up. അതായത് മംഗൂസ് അതിൻ്റെ വാലൊന്ന് ആട്ടിയിട്ട് അതിൻ്റെ ദേഹത്തുള്ള തിക്ക് ഫറൊക്കെ, അതായത് ഇങ്ങനെ മുള്ളു പോലത്തെ ഫറാണ് അതിനുള്ളത്, അപ്പം അതൊക്കെ ഇങ്ങനെ കൂർപ്പിച്ച് നിന്നു. The cobra stood on the defensive and the mongoose started attacking. മംഗൂസാണ് ആദ്യം അറ്റാക്ക് ചെയ്ത് തുടങ്ങിയത്. It was really a dreadful battle of champions. The myna and the crow also participated in the battle, and the cobra heavily collided with the crow and lost his life. അതായത് ഈ മംഗൂസാണ് അറ്റാക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് ഈ മൈനയും ക്രോയും കൂടി ഈ ഫൈറ്റ് കാണാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും ഈ കോബ്ര ഈ ക്രോ ആയിട്ട് കൊളൈഡ് ചെയ്തു, അതായത് കൂട്ടിയിടിച്ച് ക്രോ മരിച്ചുപോയി. The myna wisely abstained from the fight. അപ്പം ഇതൊക്കെ കാണുമ്പോൾ മൈനക്ക് പേടിയായിട്ട് മൈന ആ ഫൈറ്റിൽ നിന്ന് മാറി നിന്ന്. The mongoose attacked the cobra severely, bit on its back many times, and finally the cobra died. അതായത് ഈ മംഗൂസ് ഭയങ്കര ദീർഘമായിട്ട് കോബ്രേനെ അറ്റാക്ക് ചെയ്ത് അതിൻ്റെ മേലിലൊക്കെ ആ മുള്ളൊക്കെ വെച്ച് കുത്തി, പിന്നെ കുറേ കടിച്ച്, അങ്ങനെ ഈ കോബ്ര മരിച്ചുപോയി. The myna congratulated the mongoose with a shrill cry and flew away. ഈ മൈന ഇതൊക്കെ കണ്ട് ഈ മംഗൂസിൻ്റെ വിജയത്തിനായിട്ട് ഒരു ശബ്ദം ഉണ്ടാക്കി, എന്നിട്ട് അത് പറന്നുപോയി. Grandfather and grandmother were happy to note that the mongoose won the fight because they had encouraged it to live in the garden to keep the snakes away. അതായത് ഈ ഗ്രാൻഡ്ഫാദറിനും ഗ്രാൻഡ് സന്തോഷമായി മംഗൂസ് ജയിച്ചതിന്. പിന്നെ അത് ഈ മംഗൂസ് അവരുടെ ഗാർഡനിൽ ലിവ് ചെയ്യാനായിട്ട് അവർ അനുവാദം നൽകി. കാരണം മംഗൂസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ സ്നേക്സിനെയൊക്കെ അത് പ്രിവെൻറ്റ് ചെയ്യും. Grandfather had brought home a white rat from the bazaar, and the boy used to take it with him into the banyan tree. ഒരു ദിവസം ബസാറിൽ നിന്ന് ഗ്രാൻഡ്ഫാദർ ഒരു വെള്ള എലീനെ മേടിച്ചിരുന്നു. അപ്പോൾ ഈ ബോയ് ആണെങ്കിൽ ഈ വെള്ള എലീനെ ഈ ട്രീ ഹൗസിൽ കൊണ്ടുപോകുമായിരുന്നു. One day grandmother's knitting was missing. They searched for it everywhere, but without success. ഒരു ദിവസം ഗ്രാൻഡ് മദറിൻ്റെ നിറ്റിങ് എന്ന് വെച്ചാൽ മറ്റേ ഈ തയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു തരം സൂചി മിസ്സിങ് ആയിരുന്നു. അതവർ എല്ലായിടത്തും സെർച്ച് ചെയ്തെങ്കിലും അത് കിട്ടിയില്ല. The next day the boy found something glinting in a hole in the banyan tree. When he looked further in the hole, he found 3 white squirrel babies among the wool and knitting. അപ്പോൾ ഒരു ദിവസം ഈ നറേറ്റർ ഈ ട്രീ ഹൗസിലിരുന്നപ്പോഴത്തേക്കും ഒരു ഹോളിൽ ഇങ്ങനെ ഒരു തിളക്കം കണ്ടു. അത് കണ്ട് നോക്കിയപ്പോഴത്തേക്കും അവിടെ ഈ നൂലും ഈ സൂചിയും കിട്ടി അതിന്. പിന്നെ അവിടെ 3 വെള്ള സ്ക്വിറൽ ബേബീസിനെയും കണ്ടു. They were surprised and puzzled to see the white squirrel babies. അവർ ഭയങ്കര സർപ്രൈസ് ആയി ഈ വെള്ള കളറുള്ള സ്ക്വിറൽ ബേബീസിനെ കണ്ടപ്പോൾ. But when the boy told his grandpa that he used to take white rat to the tree, grandfather said that the white rat must be the father of the white squirrel babies. ഈ കണ്ട കാര്യം ഈ ബോയ് ചെന്ന് ഗ്രാൻഡ്ഫാദറിനോട് പറഞ്ഞപ്പോൾ ഗ്രാൻഡ്ഫാദർ പറഞ്ഞ് വൈറ്റ് റാറ്റ് ആയിരിക്കും ഈ വൈറ്റ് സ്ക്വിറൽ ബേബീസിൻ്റെ ഫാദർ എന്ന് ഗ്രാൻഡ്ഫാദർ പറഞ്ഞു. He also said that rats and squirrels were related to each other and they could have offspring. അതായത് ഈ റാറ്റ്സും സ്ക്വിറൽസൊക്കെ സെയിം ഫാമിലി പോലെയാണ്. സോ ദേ കുഡ് ഹാവ് ഓഫ്സ്പ്രിങ്. അതായത് അവർക്ക് സെയിം ഫാമിലി ആയതുകൊണ്ട് ഇങ്ങനെ വൈറ്റ് സ്ക്വിറൽ ബേബീസും ഇവരൊക്കെ തമ്മിൽ കമ്പൈൻ ചെയ്ത് ഫാമിലി പോലെ ആവും. ഈ ചാപ്റ്ററിൽ നിന്ന് മെയിൻ ചോദിക്കുന്നത് ഈ കോബ്രയും മംഗൂസ് തമ്മിലുള്ള ഫൈറ്റ് ഡിസ്ക്രൈബ് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾ ഈ സമ്മറി ഞാൻ തന്നിരിക്കുന്നത് കാണാപ്പാഠം പഠിക്കുക. അതൊക്കെ തന്നെ എക്സാമിന് എഴുതിയാൽ മതി. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.